ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബഞ്ചാറാസിൻ്റെ സാൻഡൽ വാട്ടർ ജെല്ലിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിലും ചാനൽ ഇഷ്ടപ്പെടാനും ചെയ്യാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം. ബഞ്ചാറാസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. ബഞ്ചാറാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം യൂസ് ആക്കാൻ പറ്റിയ നല്ലൊരു ബ്രാൻഡാണ് ബഞ്ചാറാസ് ബ്രാൻഡ്. ബഞ്ചാറാസിൻ്റെ അലോവേറ ജെല്ല് അതുപോലെ തന്നെ മിൽട്ടാണി വെട്ടി അതൊക്കെ ഒത്തിരി നല്ല ക്വാളിറ്റി ആയിട്ട് ഇറങ്ങുന്ന പ്രോഡക്റ്റ്സുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബഞ്ചാറാസിൻ്റെ തന്നെ സാൻഡൽ വാട്ടർ ജെല്ലിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് വരുന്നത്. ഇതിൻ്റെ ഫുള്ള് ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ 100 ml പ്രോഡക്റ്റാണ്, അതായത് ഇത് ഫുള്ളാണ്, ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ടാണ് വരുന്നത്. ഞാൻ ഇത് യൂസ് ആക്കിയാണ് ഇത് ഇത്രയും ബാലൻസ് ഉള്ളൂ ഇതിനകത്ത്. പിന്നെ ഇതിലവർ സ്പെഷ്യൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്, ആൽക്കഹോൾ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം, ഇത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. അതേപോലെ തന്നെ ആൽക്കഹോൾ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. നമുക്കറിയാം പാരബിനൊക്കെ നമ്മുടെ സ്കിന്നിന് വലിയ ഡാമേജസ് ആണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് പാരബിൻ ഇല്ല, അതേപോലെ തന്നെ ആൽക്കഹോളും ഇല്ല. ഇത് 100 ml പ്രോഡക്റ്റിൻ്റെ വില വരുന്നത് 90 രൂപയാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്. പിന്നെ ഇത് എങ്ങനെ യൂസ് ആക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ പോലെയാണ് ഞാനിത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കൂടുതലും അങ്ങനെയാണ് ഞാൻ യൂസ് ആക്കാറുള്ളത്. ടോണിങ് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മുടെ സ്കിന്നൊക്കെ നമ്മൾ ടോൺ ചെയ്തതിന് ശേഷം, അതായത് ഫേസ് വാഷ് ചെയ്ത് ടോൺ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസറിന് പകരമായിട്ടാണ് ഈ ഒരു സാൻഡൽ വാട്ടർ ജെല്ല് യൂസ് ആക്കുന്നത്. ഇത് എങ്ങനെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ആ ഒരു ക്യാപ്പ് തുറന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് നമ്മൾ നമ്മുടെ കയ്യിലോട്ട് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇനി ഇത് നമ്മുടെ സ്കിന്നിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് തരുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ഇപ്പോൾ നമുക്കിതൊരു വാട്ടർ ജെല്ലെന്ന് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ നമ്മുടെ ഫേസിൽ ഇത് നന്നായിട്ട് അബ്സോർബായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ സ്കിന്നിനും നന്നായിട്ട് സ്യൂട്ടാവും, പ്രത്യേകിച്ച് ഓയിലി സ്കിന്നിന്. അതിൽ ഒരു മെൻഷൻ ചെയ്യുന്നുണ്ട് ഇത് ഓയിലി ഫ്രീ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. എന്നാലും ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടാണ്. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, നമ്മുടെ സ്കിന്നിലോട്ട് ഇത് പെട്ടെന്ന് അബ്സോർബായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഹൈഡ്രേഷൻ തരുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആയുഷിൻ്റെയൊക്കെ ഫേസ് ജെൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു രക്ഷയില്ല, അത്ര അമേസിങ് പ്രോഡക്റ്റാണ്. നമുക്ക് ഒരു മോയ്സ്ചറൈസറായിട്ട് ധൈര്യമായിട്ട് യൂസ് ആക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് ആയുഷിൻ്റെ ഫേസ് ജെല്ല്. പക്ഷെ അത്രയും ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു വാട്ടർ ജെല്ലിൽ നിന്ന് നമുക്ക് കിട്ടില്ല. കാരണം ഇത് കുറച്ചുകൂടെ വാട്ടർ കണ്ടൻ്റാണ് കൂടുതൽ. അപ്പം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അബ്സോർവായി ഒരു ഡ്രൈനെസ് പോലെ ഫീൽ ആവും. അതായത് നമ്മൾ ഈ ഒരു വാട്ടർ ജെല്ല് പെട്ടെന്ന് അബ്സോർവായി ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന മാതിരി തോന്നും. അതൊരു ഡ്രൈനെസ്, അതായത് ഹൈഡ്രേഷൻ നമ്മുടെ ഫേസിൽ അധികം നിൽക്കാത്തതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതർവൈസ് ഇതൊരു നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ആക്കാം. പിന്നെ നമ്മൾ ഓയിലി സ്കിന്നുകാർ ഇത് യൂസ് ആക്കിയെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് വേറെ പ്രോബ്ലം ഒന്നുമില്ല. കാരണം വാട്ടർ ജെൽ ബേസ്ഡ് ആണ്, വാട്ടറി ആണ്, അതുപോലെ ജെൽ ബേസ്ഡും ആണ്. എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ഫേസ് ജെല്ലിൻ്റെ അത്ര ഒരു ക്വാളിറ്റി ഇതിനകത്തില്ല. അതേപോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ സാധാരണ അലോവേറ ജെല്ലിൻ്റെ അത്രയും ഒരു ക്വാളിറ്റി ഇതിനില്ല. വാട്ടർ ബേസ് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.